ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ലഭിച്ച ഏറ്റവും മികച്ച താരം അത് മൊറോക്കൻ സൂപ്പർ താരമായ അലാദീൻ അജാറിയാണ്. അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല റെക്കോർഡുകളും അദ്ദേഹത്തിന് മുന്നിൽ ഇപ്പോൾ തകർന്നു വീണ് കഴിഞ്ഞു. ISL ആകെ 21 മത്സരങ്ങൾ കളിച്ച താരം 20 ഗോളുകളും 5 അസിസ്റ്റുകളും സ്വന്തമാക്കി കഴിഞ്ഞു. ISL നിലവിലെ ഏറ്റവും മികച്ച താരം അത് അജാറി തന്നെയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് റൂമറുകൾ പ്രചരിച്ചിരുന്നു. ഈ സീസണിന് ശേഷം അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിടും, മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ക്ലബിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തിനേറെ പറയുന്നു, മോഹൻ ബഗാൻ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചേക്കും എന്നുള്ള റൂമറുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ അതിൽ കാര്യമില്ല എന്ന് മാർക്കസ് മെർഗുലാവ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചുരുങ്ങിയത് 1 വർഷം കൂടി അജാറി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ തുടരും. അദ്ദേഹം നോർത്ത് ഈസ്റ്റിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് മാർക്കസ് മെർഗുലാവ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചുരുങ്ങിയത് 1 വർഷം കൂടി അജാറി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ തന്നെ തുടരും. നോർത്ത് ഈസ്റ്റുമായി വളരെ നല്ല ബന്ധമാണ് ഈ താരത്തിന് ഉള്ളത്. നോർത്ത് ഈസ്റ്റ് ചെയർമാനായ മന്ദറിന് താരത്തിന്റെ ഏജന്റിനെ നന്നായി അറിയാം. ഇവിടെ സർപ്രൈസുകൾ ഒന്നുമില്ല. ഈ ക്ലബിനെയും നഗരത്തെയും അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതാണ് മാർക്കസ് മെർഗുലാവ പറഞ്ഞിട്ടുള്ളത്. അതായത് അജാറി എങ്ങോട്ടും പോകുന്നില്ല, അടുത്ത സീസണിലും അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് അത് അജാറി ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനു പുറമെ ഗോൾഡൻ ബോൾ കൂടി അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യത പലരും വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മോഹൻ ബഗാന് താരത്തിൽ താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹത്തെ കിട്ടാൻ സാധ്യത കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.